Hello friends, welcome to Time for Greatness. 15 psychological tricks that actually works. നമ്മുടെ കൾച്ചറൊക്കെ എത്ര ഡെവലപ്പ് ആയെങ്കിലും മറ്റൊരാളുടെ മനസ്സിനെ മനസ്സിലാക്കിയെടുക്കൽ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും വ്യത്യസ്തരാണ്. നമുക്ക് തന്നെ നമ്മുടെ മൂഡ് എപ്പോഴും എങ്ങനെയായിരിക്കും എന്നുള്ളത് പോലും പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നമുക്ക് തന്നെ ചെയ്തു തീർക്കാൻ കുറെ കാര്യങ്ങൾ ഉണ്ടാവും, എന്നിട്ടും അത് ചെയ്യാതെ സമയം പാഴാക്കിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ തന്നെ മാനസികാവസ്ഥ ഓരോ സമയത്തും ഓരോ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾക്ക് ഇതുപോലെ നമ്മുടെ കാര്യം പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈക്കോളജിക്കലി നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ ഈ കാര്യം മറ്റുള്ളവരുടെ മേലെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ചില സൈക്കോളജിക്കൽ ട്രിക്സ് നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്കൊരു ഇൻഫ്ലുവൻസിംഗ് പേഴ്സൺ ആയി മാറാനും കഴിയും. പല സ്ഥലത്തും നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ, ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, ഓവറോൾ അഡ്മിറേഷൻ, ബെറ്റർ എബിലിറ്റി, ഇതിനെല്ലാം ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ എല്ലായിടത്തും വർക്ക് ചെയ്യുന്ന 15 സൈക്കോളജിക്കൽ ട്രിക്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യൂ. നമ്പർ 1, ചെക്ക് ഐ കളർ. നമ്മൾ ഒരാളോട് ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സോഷ്യലൈസ് ആവാൻ കഴിയും. ഐ കോൺടാക്ട് ഇല്ലാതെ നിങ്ങൾ ഒരാളോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ നേരം നമ്മളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് സംസാരിക്കാനേ അറിയില്ല എന്ന് അവർ വിചാരിക്കും. എന്നാൽ നിങ്ങൾ വിടാതെ ഐ കോൺടാക്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ വ്യത്യസ്തനായ ഒരാളാണെന്നും തോന്നും. നിങ്ങൾ ആരോടെങ്കിലും മീറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ അവരുടെ ഐ കളർ ഏതാണെന്നുള്ളത് നോട്ട് ചെയ്യും. ഇത് അവരുടെ കണ്ണിന്റെ കളർ അറിയാനല്ല, കണ്ണിലേക്ക് നോക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഐ കോൺടാക്ട് ടെക്നിക്കാണിത്. അടുത്ത നമ്പർ 2, സ്റ്റേ കാം ടു ഡിഫ്യൂസ് ആൻ ആംഗ്രി പേഴ്സൺ. നിങ്ങൾ അറിയാതെ ഒരാളെ ഹർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും അല്ലേ? എന്നാൽ നിങ്ങൾ ആ സമയത്ത് അവരോട് ബഹളം ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ വിഷയം വലുതായി മാറും. അതിനാൽ നിങ്ങൾ കാം ആയിട്ടിരിക്കുവാൻ ശ്രദ്ധിക്കും. നിങ്ങളുടെ ശാന്തി അവരുടെ കോപത്തെ കുറയ്ക്കുവാൻ ചിലപ്പോഴൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ മറ്റൊരാൾ കോപിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ശാന്തിയോടെ ഇരുന്നാൽ അവർ അവരുടെ തെറ്റ് മനസ്സിലാക്കി നിങ്ങളോട് മാപ്പ് പറയാൻ പോലും സാധ്യതയുണ്ട്. അടുത്ത നമ്പർ 3, കീപ് ക്വയറ്റ് ആൻഡ് ഹോൾഡ് ഐ കോൺടാക്ട് ടു ഗെറ്റ് എ സാറ്റിസ്ഫാക്ടറി ആൻസർ. നിങ്ങൾ ഒരാളോട് എന്തോ കാര്യം ചോദിച്ചു, അതിന് അവർ മറുപടി തരികയാണ്, പക്ഷെ ആ മറുപടി ഇൻകംപ്ലീറ്റഡ് അല്ലെങ്കിൽ റിവേഴ്സ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിൽ കുറച്ച് സമയം മിണ്ടാതിരുന്ന് ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യൂ. ഇങ്ങനെ നിങ്ങൾ ശാന്തമായിട്ട് ഒരു ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്താൽ അവർക്കത് കംഫർട്ട് ആയിരിക്കില്ല. അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അവർ കുറച്ചുകൂടെ നല്ല രീതിയിൽ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കും. ഇനി നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുന്ന സമയത്ത് അവർ നിങ്ങളോട് എന്തോ മറച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് നോക്കൂ. അടുത്ത നമ്പർ 4, ഡു യുവർ സെൽഫ് യുവർ ചോയ്സസ് വെൻ യു കാൺ മേക്ക് എ ഡിസിഷൻ. നമ്മൾക്ക് പലർക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവും. നമ്മളൊരു ടെക്സ്റ്റൈൽസിൽ പോയാൽ പോലും കുറെ ഡ്രസ്സുകൾ കണ്ട് ആകെ കൺഫ്യൂഷൻ ആയിട്ട് ഇതിൽ ഏതാ വാങ്ങേണ്ടതെന്ന് കൺഫ്യൂഷൻ ആവാറില്ലേ? ഈ കാര്യത്തിലൊക്കെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കാണ് സമയം കൂടുതൽ എടുക്കുക. ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നാൽ ഇപ്പോൾ ഈ പറയുന്ന ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് എടുക്കുവാനുള്ള തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഡ്രസ്സിന്റെ കൗണ്ട് കുറയ്ക്കും. കൂടുതൽ ഡ്രസ്സുകൾ എടുത്ത് നോക്കാൻ തുടങ്ങിയാൽ ഇതെടുക്കണോ അതെടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ കൂടുകയാണ് ചെയ്യുക. ഇങ്ങനെ സൈക്കോളജിക്കൽ അപ്രോച്ചിലൂടെ നിങ്ങൾ ഒരുപാട് ഡ്രസ്സുകൾ കാണാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ ഒരു മനുഷ്യന് 4 ഓപ്ഷൻസിൽ ഒന്ന് ചൂസ് ചെയ്യാൻ മാത്രമേ ഒരു ആവറേജ് കപ്പാസിറ്റി ഉള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് 4ൽ കൂടുതൽ ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിൽ വന്നാൽ നിങ്ങൾ നിങ്ങളെ സ്വയം ലിമിറ്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ അതിലൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് വേഗം സമയം കിട്ടും, ചെയ്യാൻ പറ്റും. ഒരു 4 എണ്ണം നോക്കിയിട്ട് അത് ഏതും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്തൊരു 4 എണ്ണം നോക്കാം. ഇടയിൽ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ മനസ്സിനൊരു ടെൻഷൻ ഉണ്ടാകുന്ന അവസ്ഥ, ഒരു സംഘർഷം ഉണ്ടാകുന്ന അവസ്ഥ, ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടാകാറുണ്ടോ? ഭൂതകാലത്തെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുകയും ഭാവി കാലത്തെക്കുറിച്ച് വേവലാതിപ്പെടുകയും ചെയ്യാതെ ഇന്ന് ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മനോഹരമാക്കാൻ കഴിയും. ഇതൊക്കെ നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? പക്ഷെ ഇത് എങ്ങനെയാണ് സാധിക്കുക? ഇതിനൊരു രീതിയുണ്ട്, ഇതിനൊരു വഴിയുണ്ട്. ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവുകൾ നമുക്ക് നൽകുന്ന ഒരു ബുക്ക് സമ്മറി ഞാനിവിടെ കേട്ടു. ദ ന്യൂ എർത്ത് അവേക്കനിങ് ടു യുവർ ലൈഫ്സ് പർപ്പസ്. എക്കാർട്ട് ടോളയുടെ പുസ്തകമാണ്. ഇതിന്റെ മലയാളം ഓഡിയോ ബുക്ക് സമ്മറി ഞാൻ കുക്കു FM ൽ നിന്നും ഈയിടെ കേട്ടിരുന്നു. ഇത് നമ്മളെ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു അത്യുഗ്രൻ ബുക്ക് സമ്മറിയാണ്. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. കുക്കു FM ൽ നിന്നും ഇത്തരത്തിലുള്ള എല്ലാ വേൾഡ് ഫേമസ് ബുക്കുകളുടെയും ഓഡിയോ ബുക്ക് സമ്മറീസും ഒറിജിനൽസും നമുക്ക് കേൾക്കാൻ കഴിയും. അറിവുകളുടെ ഒരു ഗനിയാണ് കുക്കു FM. ഇന്ത്യയിലെ തന്നെ ഒരു ലീഡിംഗ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജസിലും ഓഡിയോ ബുക്ക് സമ്മറീസ് ആൻഡ് ഒറിജിനൽസ് ഉണ്ട്. ഈ ജനുവരി മാസത്തിൽ കുക്കു FM നമുക്ക് ഒരു മെമ്പർഷിപ്പ് ഓഫർ നൽകുകയാണ്. അതായത് ഈ ജനുവരി മാസത്തിൽ നിങ്ങൾ കുക്കു FMന്റെ 1 മന്ത് സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ 50% മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഡിസ്കൗണ്ട് നൽകുകയാണ്. ഇറ്റ് മീൻസ് 49 റുപ്പീസിന് നിങ്ങൾക്ക് കുക്കു FMന്റെ അൺലിമിറ്റഡ് ആക്സസ് ഒരു മാസത്തേക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് വേണം കുക്കു FMന്റെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എടുക്കുവാൻ. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കുക. കുക്കു FMന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, മെമ്പർഷിപ്പ് എടുക്കൂ. വീഡിയോയിലേക്ക് തിരിച്ചു വരും.
അടുത്ത നമ്പർ 5, മേക്ക് വെഡ്നസ്ഡേ മോർ ദാൻ ജസ്റ്റ് ഹബ് ഡേ. ജോലിക്ക് പോകുന്നവർ, സ്കൂളിൽ പോകുന്നവരെല്ലാം എപ്പോഴാണ് ഈ വീക്കെൻഡ് ഡേ വരിക എന്ന് പ്രതീക്ഷിക്കുന്നവരായിരിക്കും. അതുപോലെ മൺഡേ മോർണിംഗ് എഴുന്നേൽക്കുക എന്ന് പറയുന്നതാണ് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം അത്രേ. അതുകൊണ്ട് വെനസ്ഡേ വരുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാൻ തീരുമാനിക്കുക. വളരെ ചെറിയൊരു കാര്യമാവാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐസ്ക്രീം കഴിക്കുന്നത് പോലും ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനോടൊപ്പം ഒരു ഔട്ടിംഗ് പോകുന്നത്, ഇങ്ങനെ എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഒരു വെനസ്ഡേയിൽ ചെയ്യുക. അങ്ങനെയെങ്കിൽ മൺഡേ വരുന്നു എന്നുള്ള ഭയം നമുക്ക് മാറിപ്പോകും. അതേപോലെ ആഴ്ചയിൽ മുഴുവനും വീക്കെൻഡ് എപ്പോഴാണ് വരിക എന്നുള്ള ചിന്തയും കുറഞ്ഞു കിട്ടും. അടുത്ത നമ്പർ 6, chewing gum to calm down your nerves. നിങ്ങൾക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടാകുന്ന, കുറച്ച് നെർവസ് ആകുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കടക്കാൻ പോവുകയാണെങ്കിൽ ഒരു chewing gum എടുത്ത് വായിലിട്ടിട്ട് തന്റെ ജോലിയിലേക്ക് കടക്കുക. ഇതിന് പിന്നാലെ ഒരു കാരണമുണ്ട്. പൊതുവെയുള്ള ഒരു കണ്ടെത്തലാണ്, വായിലൊരു chewing gum ചവച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു റിലാക്സ് മോഡ് ഓൺ ആവും. ഈ സമയത്ത് ബ്ലഡിലെ കോർട്ടിസോളിന്റെ അളവ് കുറയുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കാരണത്താൽ ടെൻഷൻ, വെറി തുടങ്ങിയ സെൻസേഷൻ കുറയുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളൊരു chewing gum വായിലിട്ടിട്ട് എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് എന്നൊരു മെസ്സേജാണ് നിങ്ങളുടെ തലച്ചോറിന് കിട്ടുന്നത്. ഇത് നിങ്ങളുടെ സ്ട്രെസ് ആൻഡ് നെർവസ്നെസ് കുറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ടിപ്പാണ്. അടുത്ത നമ്പർ 7, ട്രിക്ക് യുവർ ബ്രെയിൻ ടു സ്റ്റോപ്പ് പ്രൊക്കാസ്റ്റിനേഷൻ. നമ്മൾക്ക് പലർക്കും ഉള്ള ഒരു പ്രശ്നമാണിത്, പ്രൊക്കാസ്റ്റിനേഷൻ. ഇതുമൂലം നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റ് ആയി പോകുന്നുണ്ട്. ഇത് അറിഞ്ഞാൽ പോലും അടുത്തൊരു കാര്യം വരുമ്പോൾ വീണ്ടും ഇതേ സ്വഭാവം കാണിക്കും. ഇങ്ങനെ നിങ്ങൾ ഒരു ക്രോണിക് സ്വഭാവത്തിലുള്ള നീട്ടിവെക്കൽ വിദഗ്ധനാണെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാൻ വരുന്ന സമയത്ത് രാത്രിയിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഉറങ്ങുക. അങ്ങനെയെങ്കിൽ രാത്രിയിൽ നിങ്ങളുടെ തലച്ചോറ് അതിനെക്കുറിച്ച് പ്രിപ്പറേഷൻ ചെയ്യാൻ തുടങ്ങും. ആ ജോലി ചെയ്യുവാനുള്ള മെത്തേഡുകൾ തലച്ചോറ് മെനയാൻ തുടങ്ങും. ബേസിക്കലി ഫിസിക്കൽ വേൾഡിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യം കംപ്ലീറ്റ് ആക്കുന്നതിന് മുൻപ് മെന്റൽ വേൾഡിൽ അത് കംപ്ലീറ്റ് ചെയ്യുവാൻ എന്താണ് വഴി എന്നുള്ളത് കണ്ടുപിടിക്കും. ഇത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറിന് പകുതി പണി കഴിഞ്ഞതുപോലെയുള്ള ഒരു ഫീലിംഗ് കിട്ടും. അത് കാരണത്താൽ ആ കാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മാറും. പ്രോക്രാസ്റ്റിനേഷനെയും അവോയ്ഡ് ചെയ്യാൻ കഴിയും. അടുത്ത നമ്പർ 8, yearn to find out who is watching you. ആരോ നമ്മളെ നോക്കുന്നു എന്നൊരു തോന്നൽ നമുക്കുണ്ടായിട്ടുണ്ടാവില്ലേ? അവർ നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ ശ്രദ്ധിക്കുകയാണെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു സംശയം വന്നേക്കാം. അടുത്ത തവണ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ സിമ്പിൾ സൈക്കോളജിക്കൽ ഹാക്ക് യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ടോ മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ നിങ്ങൾക്കൊരു സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഒന്ന് കോട്ടുവായി ഇടുക. ആ സമയത്ത് ആ വ്യക്തിയും കോട്ടുവായി ഇടുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അവരുടെ റിയാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില സിഗ്നൽ കിട്ടും. ഈ കോട്ടുവായിക്ക് അങ്ങനെ ഒരു സൈക്കോളജിക്കൽ കണക്ഷൻ ഉണ്ട്. നിങ്ങൾ കോട്ടുവായിടുന്ന സമയത്ത് നിങ്ങളെ വാച്ച് ചെയ്യുന്ന ഒരാൾക്കും കോട്ടുവായിടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, ഒരു പോസിബിലിറ്റി അവിടെ കിടക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ആരുടെയെങ്കിലും മേലെ ആദ്യം ഒന്ന് പരീക്ഷിച്ചു നോക്കാം, അതിനുശേഷമാണ് നിങ്ങൾ ഇത് സ്ഥിരീകരിക്കേണ്ടത്. അടുത്ത നമ്പർ 9, മേക്ക് യുവർ റിക്വസ്റ്റ് ഇൻ പേഴ്സൺ. നിങ്ങൾ ഒരാളോട് ഒരു ഡോക്യുമെന്റ് ഇമെയിലിൽ അയക്കൂ എന്ന് ഫോണിലൂടെ പറയുകയാണെങ്കിൽ അത് പറയുവാൻ നിങ്ങൾക്ക് കംഫർട്ട് ആണെങ്കിലും അത് ചെയ്യുവാൻ ആ വ്യക്തിക്ക് കംഫർട്ട് അല്ല എങ്കിൽ അവരത് റിഫ്യൂസ് ചെയ്യും. അടുത്ത തവണ നിങ്ങൾ ഇതുപോലെ ഒരു കാര്യം ചെയ്യേണ്ടി വരുന്ന സമയത്ത് അത് ഫേസ് ടു ഫേസ് ചോദിക്കണം. ഫേസ് ടു ഫേസ് ചോദിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന ഓപ്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് പറ്റുന്ന അത്ര ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഈസി ആയിരിക്കും. ഏതൊരു കാര്യവും അങ്ങനെയാണ്. ഫേസ് ടു ഫേസ് നിങ്ങൾ ജോലി കൊടുക്കുകയാണെങ്കിൽ കേൾക്കുന്ന ആൾക്കത് ചെയ്യാൻ താല്പര്യം കൂടും. അടുത്ത നമ്പർ 10, ലേൺ തിങ്സ് ബൈ എക്സ്പ്ലെയിനിങ്. ഒരു കാര്യം നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത് രജിസ്റ്റർ ആവണ്ടേ. നിങ്ങൾക്കൊരു കാര്യം, ഒരു കൺസെപ്റ്റ് പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് നിങ്ങൾ വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. നമ്മൾക്കൊരു കാര്യം ഈസി ആയിട്ട് ലേൺ ചെയ്യാനുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് മറ്റൊരാളെ പഠിപ്പിക്കലാണ്. നമ്മൾ ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു വിഷയത്തെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യും. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് സിംപ്ലിഫൈ ആയത് കാരണത്താൽ നിങ്ങൾക്ക് തന്നെ അത് ഓർമ്മിക്കുവാൻ എളുപ്പമായിരിക്കും. അങ്ങനെയുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ ബ്രെയിൻ പെട്ടെന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ശീലമുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്കൊരു കാര്യം ലേൺ ചെയ്യാൻ പറ്റും. അടുത്ത നമ്പർ 11, ട്രിക്ക് യുവർ സെൽഫ് ഇൻ ടു ഗുഡ് മോഡ്. നിങ്ങൾ വളരെ നല്ല മൂഡിലല്ല എന്നിരിക്കട്ടെ, ആ സമയത്ത് നിങ്ങൾ കൃത്രിമമായിട്ടൊന്ന് സ്മൈൽ ചെയ്യുക. ഈ സ്മൈൽ ചെയ്യുമ്പോൾ ആ മസിൽസിൽ നിന്ന് പോകുന്ന ചില സിഗ്നലുകൾ ബ്രെയിനിന് നിങ്ങൾ ഹാപ്പിയാണെന്നുള്ള തോന്നലുണ്ടാക്കിക്കും. ഇങ്ങനെ ഒരുപക്ഷെ നിങ്ങൾക്കൊരു ഹാപ്പി മൂഡിലേക്ക് മാറുവാനും സാധിക്കും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയും ബ്രെയിനും തമ്മിൽ ഒരു സൈമൾട്ടേനിയസ് ഫീഡ്ബാക്ക് എക്സ്ചേഞ്ച് ചെയ്യും. ഇത് കാരണത്താൽ അടുത്തുള്ള ആളുകളിലേക്കും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഒരു ജെന്യൂൻ ആയിട്ടുള്ള സ്മൈൽ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഫേക്ക് സ്മൈൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബ്രെയിൻ നെറ്റ്വർക്ക് ആക്റ്റീവ് ആകുമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ വെറുതെ ഒന്ന് ചിരിച്ചാൽ പോലും നിങ്ങളുടെ മൂഡ് ശരിയാവുമെന്ന അർത്ഥം. അടുത്ത നമ്പർ 12, എലിമിനേറ്റ് ഹേറ്റേഴ്സ് ബൈ ആസ്കിംഗ് ഫോർ എ സ്മോൾ ഫേവർ. നിങ്ങളെ ഒരാൾക്ക് ഇഷ്ടമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നിരിക്കട്ടെ, എന്നാൽ അതൊന്ന് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ എന്തെങ്കിലും സഹായം ചോദിക്കൂ. വലിയ കാര്യങ്ങളൊന്നും ചോദിക്കണ്ട. നിന്റെ കയ്യിൽ പേനയുണ്ടോ എന്ന് തരുമെന്ന് ചോദിക്കുക. നിങ്ങളെ ശരിക്കും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ പേന ഇല്ല എന്ന് പറയും. വേഗം അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കും. അതായത് ആ വ്യക്തിയെ കൊണ്ട് തരാൻ കഴിയുന്ന ഒരു കാര്യം ആ വ്യക്തി തരാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഥവാ നിങ്ങൾ ചോദിക്കുമ്പോഴേക്കും തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെർസെപ്ഷൻ മാറ്റേണ്ടി വരും. ഇത് കേൾക്കുമ്പോൾ അത്ര നല്ലതായി തോന്നുന്നില്ല അല്ലേ? പക്ഷെ ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടക്കുന്നുണ്ട്.
ബ്രെയിനകത്ത് നടക്കുന്ന ഒരു ഡിസ്ലൈക്ക് ഓപ്ഷൻ പ്രവർത്തിക്കുന്നത് കാരണത്താലാണ് നിങ്ങളെ ഇഷ്ടമല്ലാതെ ആകുന്നതും നിങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ തയ്യാറല്ലാതെ ആവുന്നതും. ഇത് പക്ഷേ നിങ്ങൾക്കൊരു തെളിവ് സഹിതം കിട്ടണമെങ്കിൽ നിങ്ങളൊരു സഹായം ചോദിക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ ബിലീഫ് സിസ്റ്റവും ആക്ഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ അവരോട് ചില കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങളെ ഇഷ്ടമുള്ള വ്യക്തിയാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ കഴിയും. അടുത്ത നമ്പർ 13, റൈറ്റ് അവേ യുവർ വറീസ്. നിങ്ങൾ സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോൾ, ആങ്സൈറ്റിയോടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, മനസ്സിലെ കാര്യങ്ങൾ ഒരു 10 തവണ എഴുതുക. ഈ നിമിഷം ഞാൻ എന്താണ് ചിന്തിക്കുന്നത് അത് എഴുതൂ. ഇപ്പോൾ ഞാൻ ടെൻഷനിലാണെങ്കിൽ അതിന് കാരണം എന്താണോ അതും എഴുതൂ. പോസിബിൾ ആണെങ്കിൽ അടുത്തത് എന്താണ് ഞാൻ ചിന്തിക്കാൻ പോകുന്നതെന്ന് കൂടെ എഴുതൂ. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ആങ്സൈറ്റിയെ ഓഫ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതുമ്പോൾ സാധിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അടുത്തതായി ചെയ്യാനുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് കൂടുതൽ പോവുകയും ചെയ്യും. അടുത്ത നമ്പർ 14, കം ടു 5 ആൻഡ് ഗെറ്റ് തിങ്സ് ഡൺ. നിങ്ങൾക്കൊരു കാര്യം ചെയ്യണം, പക്ഷെ അത് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഇങ്ങനൊരു അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മുതൽ 5 വരെ എണ്ണിയിട്ട് ആ ജോലി അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങുക. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം സ്കിപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്നും ചിന്തിക്കാതിരിക്കൂ. അടുത്തത് 1, 2, 3, 4, 5 എന്നങ്ങടെ എണ്ണുക, തുടങ്ങുക. ഇങ്ങനെ നിങ്ങൾ കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറിനെ അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് നിങ്ങളിങ്ങനെ കൗണ്ട് ചെയ്യുമ്പോഴേക്കും അത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു മോഡലിലേക്ക് നിങ്ങളുടെ തലച്ചോറ് മാറും. അപ്പോൾ പിന്നെ തലച്ചോറ് രണ്ടാമതൊന്നും ആലോചിക്കാതെ വേഗം അതിലേക്ക് ഇറങ്ങും. അടുത്ത നമ്പർ 15 ആൻഡ് ലാസ്റ്റ് വൺ, മേക്ക് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ. നിങ്ങൾ ഒരാളുടെ കൂടെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സൈക്കോളജിക്കൽ ടിപ്സ് ആണ് ഇത്. ഒരു പേഴ്സണോടൊപ്പം ഉണ്ടായിട്ടുള്ള ആദ്യത്തെ കാര്യവും അവസാനത്തെ കാര്യവും മെമ്മറബിൾ ആയിരിക്കും. ഇടയിലുണ്ടായ സംഭവങ്ങളൊക്കെ മറന്നുപോയേക്കാം. ഇത് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആയി യൂസ് ചെയ്യാം. നിങ്ങൾ ഒരാളുടെ കൂടെ ഒരു ഡേ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു മെമ്മറബിൾ മൊമെന്റ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ കോൺവെർസേഷനിലും ലാസ്റ്റിലെ കോൺവെർസേഷനിലും എത്ര എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ അത് ചെയ്യും. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്പെഷ്യലായ മറക്കാത്ത മെമ്മറി ആയിട്ട് അവരുടെ ഉള്ളിലേക്ക് കയറും. പൊതുവെ മനുഷ്യന്റെ മെമ്മറി പവർ ഇംപ്രസിംഗ് ആൻഡ് ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഒന്നാണ്. അതിനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ ഈ സൈക്കോളജിക്കൽ മൂവ്മെന്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള ബേസിക് സൈക്കോളജിക്കൽ ടിപ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൂടുതൽ ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റിയായി മാറാം. ഈ പറഞ്ഞ സൈക്കോളജിക്കൽ ടിപ്സ് എല്ലാം മറ്റുള്ളവരെ നിങ്ങൾക്ക് ഉതകുന്ന രീതിയിലേക്ക് മാറ്റാനുള്ള ടിപ്സ് ഒന്നുമല്ല. നിങ്ങളുടെ ഡെയിലി ലൈഫ് സിറ്റുവേഷൻസിനെ ഇംപ്രൂവ് ചെയ്യുന്നതിനും ഓവറോൾ കമ്മ്യൂണിക്കേഷനും ഉപയോഗപ്പെടുന്നതാണ് ഈ ടിപ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും നിങ്ങളോട് വിട വാങ്ങുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.